മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാത്തിടുന്നു. അതെ, മമകാന്തനെ ഒന്ന് കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഏഴയായ എൻ്റെ സാക്ഷ്യമാണ് ഞാൻ ഈ ദേശത്തോട് പറയുന്നത്. അതെ, പാപികളായ നമ്മളെ തേടി വന്ന രക്ഷകനായ യേശു ക്രിസ്തു, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, അതെ, ഈ ആകാശവും ഭൂമിയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് കൽപ്പിച്ചരുളിയവൻ, മറ്റൊരുത്തന്നിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞവൻ പാപികളായ നമ്മളെ തേടി ഈ ലോകത്തിലേക്ക് വന്നു. എന്തിനാണ് യേശുക്രിസ്തു പാപികളെ തേടി വന്നത്? അവനാണ് നമ്മളെ സൃഷ്ടിച്ചവൻ, അവനാണ് നമ്മളെ മെനഞ്ഞവൻ. ഈ ഭൂമി ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് തക്ക തുണിയെ കൊടുത്ത രക്ഷകനായ കർത്താവ്, അവൻ നിങ്ങൾ ഭൂമിയിൽ പെറ്റുപെരുകി നിറയുവിൻ എന്ന് അരുളി ചെയ്ത ആ രക്ഷകൻ തന്നെയാണ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പാപിയായ മനുഷ്യനെ തേടി ലോകത്തിലേക്ക് സകലത്തെയും സൃഷ്ടിച്ച ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു. അവൻ 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചതായി വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ തന്നെയാണ് പാപികളായ നമ്മളെ തേടി വന്നവൻ തന്നെയാണ് പാപികളായ നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നത്. അതേ, കാൽവരി കുരിശിൽ നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും വഹിച്ചുകൊണ്ട് കാൽവരി കുരിശിൽ യാഗമായി തീർന്ന ആ രക്ഷകൻ അതോടുകൂടി അവസാനിച്ചില്ല. അവൻ മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്ന അവൻ വീണ്ടും 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ ഈ ഭൂമിയിലായിരിക്കാനും ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി എന്തെല്ലാം ശിഷ്യന്മാർ ചെയ്യണമെന്ന് ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുവാനും അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശ്രദ്ധിച്ചു. അവന്റെ കൽപ്പനയാണ്, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും ജീവനുള്ള ദൈവം ഒന്നേ ഉള്ളുവെന്നും വിളിച്ചാൽ വിളികേൽക്കുന്ന ദൈവം ഒന്നേ ഉള്ളുവെന്നും അവൻ തന്നെയാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനെന്നും അവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുമുള്ള ഈ രക്ഷാ സന്ദേശം അതേ ലോകത്തിന്റെ അറ്റത്തോളം പോയി സകലരോട് പറയുവാൻ കൽപ്പിച്ചാക്കിയ ദൈവത്തിന്റെ ആ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. അതെ, യേശുവിന്റെ ഒരേ ഒരു കൽപ്പന ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പനയാണ്, നിങ്ങൾ പുറപ്പെട്ടു പോവുക, ലോകത്തിന്റെ അറ്റത്തോളം പോവുക, സകല സൃഷ്ടികളോട് പറയുക, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമേ ഉള്ളൂവെന്നും അവൻ മാത്രമേ ജീവനുള്ള ദൈവം ആണെന്നും മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്നുള്ള ഈ സത്യ സന്ദേശം ദേശത്തോട് പോയി പറയുവാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കൽപ്പനയാണ്. യേശു ആ കാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞ കാലത്ത് ശിഷ്യന്മാർ യേശു ക്രിസ്തു ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനു ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓടി നടന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. എന്നാൽ ഇന്നും യേശുവിന്റെ ഈ പ്രസംഗം അതേ ലോകത്തിൽ എല്ലായിടത്തും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. യേശു രക്ഷകനായത് കൊണ്ടാണ് ആ രക്ഷാകര പദ്ധതിയിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടണമെന്നുള്ള യേശുവിന്റെ ആ ആഹ്വാനം സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവനൊരു പുതിയ സൃഷ്ടിയായി തീരുന്നു. അതെ, ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ
മദ്യപാന ആസക്തിയിൽ നിന്ന് മോചിതനായി അവൻ നല്ല സ്വഭാവമുള്ള മനുഷ്യനായി തീരുവാൻ അവൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അത് അവൻ ഏറ്റവും അനുഗ്രഹമാണ്. കാരണം ഇന്ന് മദ്യം വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മദ്യം വാങ്ങിയിട്ട് മനുഷ്യൻ കുടിച്ച് മത്ത് പിടിച്ച് ലഹരിയിൽ മുങ്ങി കുടുംബത്തിൽ സമാധാനം കൊടുക്കാതെ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതെ, ഭാര്യയെ തല്ലുന്ന, കുടുംബത്തിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞ് കലഹമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ മറ്റ് അയൽവാസികൾക്ക് കിടക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ ദേശത്തുണ്ട്. അങ്ങനെ ആ ദേശം വളരെ ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ രക്ഷകനായ യേശുവിനെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവൻ ആ പാപ സ്വഭാവത്തിൽ നിന്നും, അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്നും, സാത്താന്റെ കുട്ടുകെട്ടിൽ നിന്നും അവൻ മോചിതനാകുവാനും അവൻ നല്ലൊരു വ്യക്തിയായി തീരുവാനും അവന് സാധിക്കും. എന്നാൽ ഇന്ന് മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന റിട്രീറ്റ് സെന്ററുകളുണ്ട്. അവിടെ ചികിത്സയുമുണ്ട്, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചിലർ ചികിത്സ തേടിയതിനു ശേഷം കുറച്ചു നാളുകളെല്ലാം അവർ ആ മദ്യത്തിൽ നിന്ന് മോചിതരായി നല്ല മനുഷ്യരായി നടന്നതിന് ശേഷം വീണ്ടും അവൻ പഴയ ആ മദ്യാസക്തിയിലേക്ക് കടന്നു വരുന്നതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ യേശു കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ എത്തുകയില്ല എന്ന് പറഞ്ഞ ആ തിരുവചനങ്ങൾ, അതെ സത്യവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ആ പാപ സ്വഭാവത്തെ വിട്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അവൻ കുടുംബത്തെ സ്നേഹിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുവാനും, ഭാര്യയെ തല്ലുന്ന ഭർത്താവാണെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുവാനും തുടങ്ങുന്നതായി നമ്മൾ ഈ ദേശത്ത് തന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ സാധിക്കും. ഇത് ഞങ്ങൾ നുണ പറയുന്നതല്ല, ഞങ്ങൾ കണ്ട് അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഈ ലോകത്തിലേക്ക് വെളിച്ചമായി വന്നവൻ ഒരുത്തനേയുള്ളൂ. അവനാണ് അന്ധകാരത്തിൽ നിന്ന് മനുഷ്യന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ. അവനാണ് രക്ഷാകരമായ പദ്ധതികൾ നമുക്ക് വേണ്ടി ആഹ്വാനം ചെയ്തവൻ. ആ രക്ഷകന്റെ നാമമാണ് യേശു ക്രിസ്തു എന്ന്. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ് എന്ന് പറയുന്ന ചിലരോടെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത്, അതെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവം, അതെല്ലാം ദൈവത്തിന്റെ വാക്കിനാൽ ഉണ്ടായി അല്ലെങ്കിൽ ഉളവായി എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞ ഒരു വാക്ക് കൊണ്ടുണ്ടായ സകലവും, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം ഉണ്ടായപ്പോൾ ദൈവം ഇങ്ങനെ പറയുന്നു, നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അതെ, ദൈവം ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ്. അതെ, നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന്. അങ്ങനെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതായും ആ ഉണ്ടാക്കിയ മനുഷ്യരൂപത്തിലേക്ക് ദൈവം തന്നെ ദൈവത്തിന്റെ ആത്മ ചൈതന്യം അവനിലേക്ക് മൂക്കിലൂടെ ഊതുകയും ചെയ്തപ്പോൾ ആ പൊടി കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആ ദൈവം ആ മനുഷ്യനെ നോക്കിയിട്ട് പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണയെ കൊടുക്കുമെന്ന്. അങ്ങനെ ആ ദൈവം തന്നെ ഈ ലോകത്തിൽ ഏറ്റവും ആദ്യത്തെ ശാസ്ത്രക്രിയ ചെയ്തത് ദൈവമാണ്. കാരണം അവന് ഗാഢനിദ്ര വരുത്തി എന്നാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചല്ല ഓപ്പറേഷൻ ചെയ്തത്. മനുഷ്യൻ ഗാഢനിദ്ര വരുത്തിയ ഇന്ന് ലോക്കൽ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിൽ ചെയ്യുമ്പോൾ ദൈവം ഇതൊന്നുമില്ലാതെ, അതെ, ഒരു ഉപകരണങ്ങളും ഇല്ലാതെ, ഒരു തിയേറ്ററും ഇല്ലാതെ, ഒരു അനസ്തേഷ്യയും ഒരു ലോക്കലും കൊടുക്കാതെ തന്നെ ദൈവം അവന് ഗാഢനിദ്ര വരുത്തിയെന്നും ആ ഗാഢനിദ്ര വരുത്തിയതിനു ശേഷം അവന് തക്ക തുണയെ
ആ മനുഷ്യനിൽ നിന്നും ഉണ്ടാക്കിയതായും വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്ക തുണയെ കൊടുത്ത് അവനോട് പറയുന്ന വാക്കുകളാണ്: നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവാൻ കാരണം ദൈവം പറഞ്ഞ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപിയായ മനുഷ്യനെ തേടി ലോകത്തിലേക്ക് വന്ന അവനാണല്ലോ സൃഷ്ടികർത്താവ്. അവൻ അങ്ങനെ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയുവാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ, നമുക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരുത്തനൊരു മദ്യപാനിയോ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാണ് എന്ന് വെച്ചത് അവൻ നമ്മുടെ മകനല്ല എന്ന് വരില്ലല്ലോ. അതുപോലെ തന്നെയാണ് ദൈവം പാപം ചെയ്തുവെങ്കിലും മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ. ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണല്ലോ പാപം ചെയ്തത്. ആ പാപത്തിൽ നിന്നും അവനെ വീണ്ടും മോചിപ്പിച്ച് സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുന്നതിന് വേണ്ടി പാപിയായ മനുഷ്യനെ തേടി ഈ ലോകത്തിലേക്ക് കാൽവരി കുരിശിൽ യാഗമായി തീർന്ന ദൈവം, മരിച്ചിട്ട് 3 ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം, അതെ, ആ ദൈവം ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. ഈ ലോകത്തിൽ 550 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ ഈ 550 കോടി ജനങ്ങളെ സൃഷ്ടിച്ച ഒരേ ഒരു ദൈവം, ആ ദൈവമാണ് യേശു ക്രിസ്തു. അവനാണ് ജീവനുള്ള ദൈവം. അവനാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. ആ ദൈവം നിങ്ങളെ ചോദിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കുറിച്ച് ഞങ്ങളോട് എന്തിനാ പറയുന്നത്? ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലോ എന്ന് പറയുന്നവരോട്, നിങ്ങളൊന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ഒരാകാശമല്ലേ ഉള്ളൂ. അതെ, ഭൂമിയിലേക്ക് നോക്കിയാൽ ഒരു ഭൂമിയല്ലേ ഉള്ളൂ. ഒരു സൂര്യനും ഒരു ചന്ദ്രനും ഒരാകാശവും ഒരു ഭൂമിയും ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ജീവനുള്ള ദൈവവും ആ ദൈവമാണ് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് അതെ മാനവകുലത്തിന്റെ പാപപരിഹാരകനായി ലോകത്തിലേക്ക് വന്നവൻ. അവനാണ് ഇന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നവൻ. അവനിലൂടെ അല്ലാതെ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ സത്യം ഞങ്ങളും അറിയാതെ ഇരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞങ്ങളും പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ കാണിച്ചു തന്ന പാതയിലൂടെ വിഗ്രഹ ആരാധികളായി ജീവിച്ചപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ആകാശത്തിന് കീഴെ ഭൂമിയുടെ മുകളിൽ നിങ്ങൾക്ക് ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. നിങ്ങൾ ഒരു രൂപവും ഉണ്ടാക്കരുത്. ഒരു മനുഷ്യന്റെയോ ഒരു മൃഗത്തിന്റെയോ ഒരു മത്സ്യത്തിന്റെയോ ഒരു ഭൂമിയിൽ ഇഴയുന്ന ഒരു ജീവിയുടെയോ രൂപമുണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത്. ജീവനുള്ള ദൈവം ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ ഇന്ന് എന്തെല്ലാം ആരാധന മൂർത്തികളെയാണ് ആരാധിക്കുന്നത്. സത്യം ഒന്നേ ഉള്ളൂ എന്ന് കണ്ടിട്ടും സത്യത്തിൽ നിലനിൽക്കാതെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യരെ ഇന്ന് മരിച്ചാൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവ് നിത്യനരകത്തിന് യോഗ്യനായി തീരും. അതെ, ആ നിത്യനരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കാൽവരി കുരിശിൽ യാഗമായി തീർന്ന യേശു കർത്താവ്, ഞാൻ താകുന്ന വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ എത്തുകയില്ല എന്ന് പറഞ്ഞ ആ അരുമനാഥന്റെ ഈ ദിവ്യ സന്ദേശങ്ങൾ ഈ ദേശത്തോട് അറിയിക്കുമ്പോൾ നിങ്ങൾ അവനെ രക്ഷകനായി സ്വീകരിക്കണമേ എന്നുള്ള ഈ ആഹ്വാനമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ആ രക്ഷാകര ദൗത്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു പൈസയും ചെലവില്ലാതെ, ഒരു കർമ്മവും ചെയ്യാതെ മരിച്ചവനെ മരിച്ചതിന് ശേഷം കർമ്മക്രിയ ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വിശ്വസിക്കുന്ന മൂഢരായ മനുഷ്യരെ ഒരു കാര്യവുമില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ രക്ഷകന്റെ യേശു കർത്താവിന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള പദവിയിലേക്ക് വരും. എന്നാൽ ആ പദവി നഷ്ടപ്പെടുത്തിയിട്ട് അതേ മരിച്ചതിന് ശേഷം കർമ്മക്രിയ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഒരിക്കലും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ മാനസാന്തരപ്പെടുക, കർത്താവെ ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്ന് യേശുവിനോട് ഏറ്റുപറഞ്ഞാൽ അവൻ മരിച്ചാലും അവനെ രക്ഷകനായ യേശു ക്രിസ്തു ഉയർപ്പിക്കും, നിത്യജീവൻ അവകാശിയായി തീരും. യേശു ഒരേ ഒരു കാര്യമേ പറഞ്ഞോളൂ: നിങ്ങൾ വിശ്വസിക്കുക, ഞാനാണ് നിങ്ങളുടെ രക്ഷകനെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചതിന് ശേഷം മാനസാന്തരപ്പെടുക. യേശുവെ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് യേശുവിനോട് ഏറ്റുപറയുക. പിന്നീട് സ്നാനപ്പെടുക. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ 33 തിരുവയസ്സിൽ സ്നാനമേറ്റതായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരുവൻ ക്രിസ്തുവിനെ വിശ്വസിക്കുക, അതിനുശേഷം ഏറ്റുപറയുക: യേശുവെ, പാപിയായ എന്നോട് കരുണ തോന്നണമേ
എന്നേറ്റു പറയുക. അതിനുശേഷം സ്നാനപ്പെടുക. എന്നാൽ മാത്രമേ നീ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയുള്ളൂ എന്നുള്ള ഈ രക്ഷാ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞ ഈ സത്യം നിങ്ങളോട് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഈ ദേശത്തോട് അറിയിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിശ്വസിക്കണമേ. നിങ്ങൾ എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമേ എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം നരകത്തിലെത്തി കെടുന്നില്ല, അവിടത്തെ പുഴു ചാകുന്നില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 38 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് വന്നാൽ മനുഷ്യനത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ നരകത്തിലെ തീയുടെ ചൂട് എത്രയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? 2000 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള ആ നരകത്തിലെ തീയിലേക്ക് ഒരു മനുഷ്യൻ വീണാൽ അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. അത് ഒരു ദിവസത്തേക്കോ, 1 കോടി ദിവസത്തേക്കോ, 1 കോടാനുകോടി ദിവസത്തേക്കോ അല്ല. കാരണം ഒരു മനുഷ്യന്റെ ആയുസ്, അതെ, അവന്റെ ശരീരം ഈ ഭൂമിയിൽ മരിച്ചു വീണാലും അവന്റെ ആത്മാവിന് ഒരിക്കലും നാശമില്ല. ഒരിക്കലും നശിക്കാത്ത ആത്മാവിനെ ദൈവം തന്നെ ഊതി മൂക്കിലേക്ക് നമ്മുടെ മനുഷ്യനെ രൂപം സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയ ദൈവത്തിന്റെ ആത്മ ചൈതന്യമാണ്. ആ ആത്മ ചൈതന്യം ഒരിക്കലും നശിക്കുന്നില്ല. ദൈവം എന്നും നിലനിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മ ചൈതന്യം നമ്മളിൽ നിലനിൽക്കും. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന മനുഷ്യൻ മണ്ണിന് അവകാശിയായി തീരുമ്പോൾ, കാരണം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് അവൻ മണ്ണിലേക്ക് തിരിയും. എന്നാൽ അവന്റെ ആത്മാവ് ദൈവത്തിന്റെ അടുത്തെത്തണമെങ്കിൽ അവന്റെ രക്ഷകനായി യേശുവിനെ സ്വീകരിച്ചാൽ മാത്രമേ അവൻ സ്വർഗത്തിലെത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ കെടാത്ത തീ ചാകാത്ത പുഴുള്ള നരകത്തിന് യോഗ്യരായി തീരും. ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുമ്പോൾ നിങ്ങൾ ഇത് ഉൾക്കൊള്ളണമേ. നിങ്ങൾ നരകത്തിൽ പോയി കിടക്കുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സന്ദേശവുമായി ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ഇത് ഉൾക്കൊള്ളണമേ എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾ എല്ലാവരും ഞങ്ങൾ സ്വർഗത്തിലെത്തുമ്പോൾ എല്ലാവരെയും കണ്ട് സന്തോഷിക്കുവാൻ ദൈവം ഈ ദേശത്തോടും ഞങ്ങളുടെ വചനം കേട്ട എല്ലാവരോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം ഞങ്ങൾക്ക് ഒരുക്കിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനം കേട്ടവരും ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കടലാസ് ട്രാക്ട് വാങ്ങി വായിക്കുന്നവരും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഈ ദേശത്തോട് കരുണ കാണിക്കണമേ. മദ്യപാനികളായ ആരെങ്കിലും ഞങ്ങളുടെ വചനം കേട്ടെങ്കിൽ അവർ മദ്യപാനാസക്തിയിൽ നിന്ന് മോചിതരായി കുടുംബ സമാധാനമുള്ള കുടുംബമാക്കി തീർക്കുവാൻ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ, ഭാര്യയെ തല്ലാതെ ഭാര്യയെ സ്നേഹിക്കുവാൻ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ ഈ ദേശത്തുണ്ടാകുവാൻ ദൈവമേ നീ കരുണ കാണിക്കണമേ. പിതാവ്, മയക്കുമരുന്നിന് അടിമകളായ മക്കൾ ആരെങ്കിലും ഞങ്ങളുടെ വചനം കേട്ടെങ്കിൽ അവർ ആ മദ്യപാനത്തിനും മയക്കുമരുന്നിൽ നിന്ന് മോചിതരായി നല്ല കുടുംബങ്ങളായി ജീവിക്കാൻ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾ, കുടുംബത്തിന് അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, അങ്ങനെയുള്ള കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ദേശത്തോട് മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വചനം കേട്ടവരും യാത്രയിലായിരിക്കുന്നവർ, വാഹനങ്ങളിൽ ഇരിക്കുന്നു കേട്ടവർ, കാൽനട യാത്രക്കാർ, കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ എല്ലാവരും അനുഗ്രഹം പ്രായപ്പെട്ടവണ്ണം സ്വർഗത്തിൽ ദൈവം ഈ ദേശത്തോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അവൻ രാജാവായി വീണ്ടും വരുന്നു. അവനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. കർത്താവേ, വേഗം വരണമേ.